യമനിലെ സംഘർഷം സൌദിയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കില്ലെന്ന് ഇന്ത്യയിലെ നിക്ഷേപകർ. സൌദി നൽകുന്ന ആനുകൂല്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി കൂടുതൽ നിക്ഷേപങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള വ്യവസായികൾ. നിക്ഷേപ സൌഹൃദ രാജ്യങ്ങളിൽ സൌദിയുടെ സ്ഥാനം ഏറെ മുന്നിലാണെന്നും വിദേശ നിക്ഷേപകർക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങളും അവസരങ്ങളും രാജ്യത്തുണ്ടെന്നും സൌദി അധികൃതർ പറഞ്ഞു. ഫൈസൽ ബിൻ സൌദ് ബിൻ മൊസാദ് രാജകുമാരന്റെ സാന്നിധ്യത്തിൽ ജിദ്ദയിൽ ഗാമോൺ ഗ്രൂപ്പ് സംഘടിപ്പിച്ച സൌഹൃദ സംഗമത്തിൽ ഇന്ത്യയിൽ നിന്നും സൌദിയിൽ നിന്നുമുള്ള പ്രമുഖ നിക്ഷേപകർ സംബന്ധിച്ചു. യമനിലെ സംഘർഷം സൌദിയുടെ സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിക്കില്ലെന്നും സൌദി യമൻ അതിർത്തി പ്രദേശമായ ജിസാനിൽ ആരംഭിക്കുന്ന നിക്ഷേപ പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്നും ചടങ്ങിൽ സംബന്ധിച്ച പ്രമുഖ ഇന്ത്യൻ വ്യവസായി BR ഷെട്ടി വ്യക്തമാക്കി. വിദേശ നിക്ഷേപകരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന സൌദിയുടെ നിലപാട് സ്വാഗതാർഹമാണ്. In spite of knowing there's a problem in Yemen, we can serve the patients better. See, there is no caste, creed or national boundary as far as the war victims or whatever the accident happens. Sick patients are sick patients. So it's an opportunity for us to treat them. I have no hesitation that we will do very well. Saudi is a very, very serene place. ഇന്ത്യയിൽ നിന്നെത്തിയ വ്യവസായികളെ ചടങ്ങിൽ ആദരിച്ചു. ഗാമോൺ ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് റഫീഖ് ഉൾപ്പെടെ പ്രമുഖ വ്യവസായികളും നയതന്ത്ര പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. പരിപാടിയിൽ അവതരിപ്പിച്ച സൌദി ഫോൾക്ക് ഡാൻസിൽ രാജകുടുംബാംഗങ്ങളും ഇന്ത്യൻ വ്യവസായികളും പങ്കാളികളായി. ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.